1970-കളിൽ റേമണ്ട് മൂഡി എന്ന് പറയുന്ന ഒരു ഫിലോസഫർ ടേൺഡ് ഡോക്ടർ ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ആൾക്കാർക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് വന്നത്. അദ്ദേഹം ഇങ്ങനെ കുറച്ച് പേഷ്യൻസ് ഇത് പറഞ്ഞു കേട്ടപ്പം അത് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് പുള്ളി അതിനെപ്പറ്റി പഠിക്കുകയും പിന്നെ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് നിയർ ഡെത്ത് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഉണ്ടാവുകയും പിന്നെ ഇനീഷ്യലി ഇയാൻ ജാക്സൺ എന്ന് പറയുന്ന ഒരാൾ, പിന്നെ ബ്രൂസ് ഗ്രേസൺ, കെന്നത്ത് റിങ്, പിന്നെ ഇപ്പം സാം പാർണിയ മുതലായ ചില റിസസിറ്റേഷൻ ഡോക്ടേഴ്സ്, അങ്ങനത്തെ കുറേ ആൾക്കാർ, കുറേ ജെനുവിൻ സയൻറ്റിസ്റ്റുകൾ. എനിക്ക് തോന്നുന്നത് ബ്രൂസ് ഗ്രേസൺ ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരു ആൾ. ഇപ്പം 90 വയസ്സിൻ്റെ അടുത്തായി ആൾക്ക്. ഇപ്പോഴും ആക്റ്റീവാണ്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെർസെപ്ച്വൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ വർക്ക് മാക്സിമം ചെയ്തിട്ടുള്ളത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുള്ളവർ ആഫ്റ്റർ എന്ന് പറയുന്ന ബ്രൂസ് ഗ്രേസന്റെ ആഫ്റ്റർ എന്ന് പറയുന്ന ബുക്ക് വായിക്കണം.